ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബൈബിൾ പഠനവേദിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. രണ്ടാമത്തെ ഭാഗമാണ് ഇത്. ബൈബിൾ ക്വിസായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട, ബൈബിള് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വഴി മാത്രമാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ ചോദ്യം, ബൈബിളിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്നാൽ ആദ്യമായിട്ട് ഒരു വ്യക്തിയോട് ചോദിച്ചു. ആ ചോദ്യം അവർ തമ്മിൽ സംസാരത്തിൽ തുടർന്നത് കൊണ്ട് വല്ലാത്ത വിഷയങ്ങളുണ്ടായി. ആ കുടുംബം പരാജയപ്പെട്ടു പോയി. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി. ആദ്യത്തെ ചോദ്യം, ബൈബിളിലെ ആദ്യത്തെ ചോദ്യം. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആരാണ് ആരോട് ചോദിച്ചത്. ഒന്നാമത്തെ ചോദ്യം കണ്ടുപിടിക്കാനുള്ള അവസരമാണ്. അടുത്ത ചോദ്യം, ബൈബിളിൽ ഒരുപാട് സുന്ദരന്മാരുണ്ട്, ധാരാളമുണ്ട്. ദാവീദിന്റെ മകനായിരിക്കുന്ന അബ്ശാലോം, അവന് വലിയ സുന്ദരനായിരുന്നു. യേശുക്രിസ്തുവിനെ പറ്റി ഒന്നും എഴുതരുത്, പറയരുത്. മനുഷ്യരായിട്ടുള്ളവരിൽ ഒരുപാട് സുന്ദരന്മാരുണ്ടായിരുന്നു. എന്നാൽ ദാവീദ് സുന്ദരനായിരുന്നു. അവന് അത്ര സൗന്ദര്യമുള്ള പവിഴ നിറവുള്ളവനായിരുന്നു. പക്ഷേ അവരെക്കാളൊക്കെ വളരെ സൗന്ദര്യമുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ അത്രയും സൗന്ദര്യമുള്ള ഒരാളെ ഭൂമിയിൽ ഉണ്ടാകുകയില്ല. ഞാൻ ബൈബിളിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇനി ലോകപ്രകാരം നോക്കിയാലും ഉണ്ടാകാൻ ബുദ്ധിമുട്ടാണ്. ഈ സുന്ദരനായിരിക്കുന്ന വ്യക്തി, ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ പല സുന്ദരന്മാരുണ്ട്, അവരെയൊക്കെ വിട്ടുകളയുക. അതാണ് പറഞ്ഞ ഈ പഠനം ബൈബിള് പഠിക്കാനുള്ള ഒരു അവസരമാണ് ഞാൻ ക്രമീകരിക്കുന്നത്. നേരം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും സുന്ദരനായ വ്യക്തി ആര് എന്ന് നമ്മൾ കണ്ടുപിടിക്കും. ശലോമോന്റെ മകനായിരിക്കുന്ന രെഹബെയാമിന്റെ കാലത്ത് ഇസ്രായേൽ രണ്ടു ഭാഗമായി തിരിഞ്ഞു. ഒരു ഭാഗം വടക്ക്, മറുഭാഗം തെക്ക്. തെക്കു ഭാഗത്തിന് യഹൂദിയ രാജ്യമെന്നും വടക്കു ഭാഗത്തിന് ഇസ്രായേൽ രാജ്യമെന്നും അങ്ങനെ രണ്ടായിട്ട് വിഭജിച്ചു. പ്രശ്നമുണ്ടാകുമ്പോഴാണ് ഈ സഭയൊക്കെ വിഘടിക്കുന്നത്. ശക്തി കുറയുകയാണെന്നും കൂടെ ഓർക്കുക. പ്രശ്നമുണ്ടാകുമ്പോൾ സഭ തിരിയുന്നു, പ്രസ്ഥാനം തിരിയുന്നു, അതിന് ശക്തി പോവുകയാണ് എന്നതുപോലെ ഇസ്രായേൽ എന്ന രാജ്യം രണ്ടായിട്ട് തിരിഞ്ഞു. ആ കൂട്ടത്തിൽ യഹൂദ രാജ്യമെന്ന ആ രാജ്യത്തെ ഒരു സ്ത്രീ ഭരിച്ചു. ആ സ്ത്രീയെ നമ്മൾ കണ്ടുപിടിക്കണം. ഏതാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ, രാജാക്കന്മാർ ഭരിക്കുന്ന കൂട്ടത്തില് ഒരു സ്ത്രീയും യഹൂദ രാജ്യം ഭരിച്ചു. ആ സ്ത്രീ ആരാണെന്ന് നമ്മൾക്ക് കണ്ടുപിടിക്കണം. നാലാമത്തെ ചോദ്യം ഒരു സ്ത്രീയെ പറ്റിയാണ്. ഇസ്രായേലിൽ ന്യായാധിപന്മാർ ഇസ്രായേലിനെ ഭരിച്ചിരുന്നു രാജഭരണത്തിനു മുമ്പേ. ആ കൂട്ടത്തിൽ ഒരു സ്ത്രീയും ന്യായാധിപതിയായിട്ട് ഭരിച്ചു. ഇനി നമുക്ക് അന്വേഷിക്കേണ്ടത്, ആ സ്ത്രീക്ക് കൃപകളൊക്കെ ഉള്ള സ്ത്രീയാണ്. അവരെ എവിടെ താമസിച്ചുകൊണ്ട് ഇസ്രായേലിനെ ന്യായപാലനം ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കണം. സ്ത്രീകൾക്കും ശുശ്രൂഷ രംഗത്തും ഭരണരംഗത്തും അവസരങ്ങൾ ഉണ്ട് എന്നും കൂടാണ് ബൈബിൾ തെളിയിക്കുന്നത്. ഈ ന്യായാധിപതിയായിരിക്കുന്ന ഈ സ്ത്രീയെ താമസിച്ചത് എവിടെ, അവരുടെ പേര് നമ്മൾ ബൈബിളിലൂടെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ആ കാര്യത്തിലേക്ക് പ്രവേശിക്കാം. അടുത്തതായിട്ട് അഞ്ചാമത്തെ ചോദ്യം, ശലോമോൻ എന്ന മഹാരാജാവും സോർ രാജാവായ ഹീരാമും തമ്മിൽ ഭയങ്കര കൂട്ടുകാരായിരുന്നു. കൂട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
യെരുശലേം ദൈവാലയം പണിയാനുള്ള ബന്ധത്തിലും ആ കെയറോവിൽ അരമനയും കൂടെ പണിതു. നല്ല കാര്യമാണ്. ദൈവാലയത്തിന് വരേണ്ടതായ പണം നല്ലൊരു ഭാഗം താൻ അരമനകൾക്ക് വേണ്ടി പണിതു. അത് ആവശ്യമുള്ള കേസല്ലായിരുന്നു. കാരണം തനിക്ക് ഒത്തിരി ഭാര്യമാരുണ്ടായിരുന്നുണ്ട്. അവരെയൊക്കെ താമസിപ്പിക്കാൻ വേണ്ടി കുറേയേറെ അരമനകളൊക്കെ പണിതു. കാരണം നമ്മളുടെ അന്വേഷണം എന്ന് പറയുന്നത് യെരുശലേം ദൈവാലയത്തിന് വേണ്ടി ഹീരാൻ രാജാവിനോട് ഒത്തിരി സ്വർണവും തടിയും ഒക്കെ കടം മേടിച്ചു. പണിയെല്ലാം കഴിഞ്ഞപ്പോൾ ശലോമോൻ രാജാവ് ഹീരാമിന് കൊടുക്കുവാൻ ഒരു നിർവാഹവും ഇല്ലാതായി തീർന്നു. താനൊരു കാര്യം ചെയ്തു. ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ദൈവം കൊടുത്തിരിക്കുന്ന രാജ്യത്തിന്റെ ഒരു പ്രധാന സ്ഥലത്തെ കുറച്ചേറെ പട്ടണങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ തിരുവനന്തപുരം തന്നെ ഇരിക്കാം. തിരുവനന്തപുരം പട്ടണത്തിന്റെ അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയുടെ കീഴില് ഒത്തിരി പട്ടണമുള്ളതുപോലെ ഒരു സംസ്ഥാനം തന്നെയാണ്. ആ സംസ്ഥാനത്തിന്റെ കീഴിലുള്ള എത്ര പട്ടണങ്ങളെ ശലോമോൻ ഹീരാമിനെ കടം മേടിച്ച നിമിത്തം കൊടുക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് ഈ പട്ടണങ്ങളെല്ലാം തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അത് തിരിച്ചല്ല, വിൽക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഹീരാമിന് ദൈവത്തെ അല്പഭയം ഉണ്ടായിരിക്കാം. ഇനിയും എത്ര പട്ടണങ്ങളെ, ഏതിന്റെ കീഴിലുള്ള പട്ടണങ്ങളെ, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിന്റെ കീഴിൽ കുറച്ച് പട്ടണങ്ങൾ ഉണ്ടായിരുന്നു. എത്ര പട്ടണങ്ങളാണ്, ആ സംസ്ഥാനത്തിന്റെ പേര് എത്ര പട്ടണമെന്ന് നമുക്ക് പഠിക്കാനും ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ആറാമത്തെ ചോദ്യം ഒരു നിസ്സാരമായ ചോദ്യമാണ്. നമ്മുടെ കർത്താവിനെ പറ്റി പറയുമ്പോൾ തന്റെ സ്വന്തം പട്ടണം എന്ന് പറയുന്നത് സ്വന്തം പട്ടണം. നമ്മളൊരിക്കലും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നസ്രയത്തിൽ കാരനായതുകൊണ്ട് നസ്രയം എന്നുള്ള പട്ടണമൊന്നുമല്ല. ആ പട്ടണത്തിന്റെ കീഴിലുള്ള കുറച്ച് സ്ഥലങ്ങളാണ് നസ്രത്ത് എന്ന് പറയുന്നത്. അവിടെ ബൈബിള് പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ സ്വന്തം പട്ടണം. ആ പട്ടണം നമ്മൾ നിസ്സാരമായ ചോദ്യമാണ്. അത് സുവിശേഷങ്ങൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പട്ടണം ഏതേ? സ്വന്തം പട്ടണം. തനിക്കൊരു പട്ടണം ഉണ്ടല്ലോ, ആ പട്ടണം ഏത്? ആ സ്ഥലത്തിന്റെ പേര് നമുക്ക് ഒരുമിച്ച് വായിച്ച് കണ്ടുപിടിക്കാൻ സഹായിക്കട്ടെ. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. നമ്മുടെ നാട്ടിലെ കാക്കകൾ മുട്ടയിടുന്ന സമയം നോക്കി കുയിലിങ്ങനെ വട്ടം കറങ്ങും. കാക്ക പോകുന്ന തക്കം നോക്കി കുയില് കാക്കയുടെ കൂട്ടിൽ മുട്ടയിട്ട് ഒരു പോക്ക് പോകും. പക്ഷേ കുയിലിന്റെ മുട്ട കാക്കയ്ക്ക് കണ്ടുപിടിക്കുവാൻ ബുദ്ധിമുട്ടാണ്. പാവം കാക്ക ഈ കുയിലിന്റെ മുട്ടയും കൂടെ പൊരുന്നയിരിക്കും. പിന്നീട് അറിയുന്നത് ഇത് കുയിലിന്റെ മുട്ടയായിരുന്നു അറിയുന്നത്. അപ്പോഴത്തെ കുയില് പറന്നു പോകും. എന്നതുപോലെ നമ്മുടെ ബൈബിളിൽ താനിടാത്ത മുട്ടയിൽ ഇതുപോലെ സംഭവം. പൊരുന്നയിരിക്കുന്ന ഒരു കിളിയുണ്ട്. താനിടാത്ത കാക്കയുടെ കൂട്ടിൽ കുയിൽ മുട്ട കിട്ടുന്നതുപോലെ താനിടാത്ത മുട്ടയിൽ പൊരുന്നയിരിക്കുന്നതായ ഒരു പക്ഷിയുണ്ട്. ആ പക്ഷി ഏതാണെന്ന് നമുക്ക് ബൈബിളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. എട്ടാമത്തെ ചോദ്യം ഒരു സിമ്പിൾ ചോദ്യമാണ്. ഞാൻ കടുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ബുദ്ധിമുട്ട് താല്പര്യപ്പെടുന്ന വ്യക്തിയല്ല. നമ്മളെയൊക്കെ ഇന്ന് ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുന്നത് ക്രിസ്ത്യാനികൾ. പക്ഷേ ആദ്യമായിട്ട് തന്റെ ശിഷ്യന്മാരെ കണ്ടപ്പോൾ ഒരു സ്ഥലത്ത് അവര് ചെന്നപ്പോൾ അവര് പറഞ്ഞു ഇവര് ക്രിസ്ത്യാനികൾ. ആദ്യമായിട്ട് തന്റെ ശിഷ്യന്മാർ ഒരു സ്ഥലത്ത് ചെന്നു. ആ സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞു ഇവർ ക്രിസ്ത്യാനികൾ എന്ന് പേരിട്ടു.
അങ്ങനെയാണ് ലോകത്തിൽ അറിയപ്പെടുന്ന ക്രിസ്ത്യാനികൾ എന്ന കാര്യം കൂടെ ഓർക്കുക. പക്ഷേ ഏത് നാട്ടുകാരാണ് ഈ പേരിട്ടെന്ന് നമ്മൾ ഒന്ന് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. 9ാമത്തെ ചോദ്യം നിസ്സാരമായ ചോദ്യമാണ്. ഭക്തനായൊരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ കഠിനമായ പരിശോധന കയറി വന്നു. നിക്കക്കള്ളിയില്ലതായി വല്ലാത്ത പരിശോധന. താൻ ആ സമയത്ത് പറഞ്ഞു, എന്റെ പാർപ്പെ എവിടെയാണെന്നറിയാമോ? ഭക്തൻ പറയുന്നു, എന്റെ പാർപ്പെ പാതാളമായിരിക്കുമെന്ന്. എന്നീ ഭക്തൻ ആരാ? അതെല്ലാം ബൈബിളിനകത്തുള്ള ചോദ്യമാണ്. തന്റെ പാർപ്പ് പരിശോധനയുടെ വേളയിൽ തന്റെ പാർപ്പെ പാതാളത്തിലായിരിക്കും എന്ന് പറഞ്ഞ ഭക്തൻ ആരാണ്? 10ാമത്തെ ചോദ്യം. ഇസ്രായേലേ എന്റെ വാക്ക് നിങ്ങൾ കേട്ടില്ല. അടുത്ത പറഞ്ഞിരിക്കുന്നത്, എന്നെ ഇത്ര പ്രാവശ്യം നിങ്ങൾ എന്നെ പരീക്ഷിച്ചു. ദൈവത്തെ പരീക്ഷിക്കാൻ പാടില്ല. എത്ര പ്രാവശ്യം? നമ്പർ പറഞ്ഞാൽ മതി. 5 8 9 എന്താ അത് നമ്പർ പറഞ്ഞു. എത്രയാണ്? എത്ര പ്രാവശ്യം പരീക്ഷിച്ചു? എന്റെ വാക്ക് കേട്ടില്ല, നിങ്ങൾ എന്നെ പരീക്ഷിച്ചു. എത്ര പ്രാവശ്യം? വാക്ക് അനുസരിക്കാത്തപ്പോഴാണ് ദൈവത്തെ പരീക്ഷിക്കുന്നത്. ബൈബിൾ പഠനവേദിയിലെ 2ാമത്തെ ഭാഗത്തിന്റെ സമാപനത്തിലേക്ക് വന്നിരിക്കുന്നു. ദൈവം അനുവദിച്ചാൽ തുടരാൻ താല്പര്യപ്പെടുന്നു. ഇത് നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ളതായ ഒരു പദ്ധതിയാണ്. ബൈബിൾ പഠനവേദി. ഏവർക്കും സ്വാഗതം. ദൈവത്തിന് മഹത്വം.